എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു ആകെപ്പാടെ അസ്വസ്ഥനായിട്ട് പുറത്തു വന്ന് നിൽക്കുകയാണ്. പല്ലവിയോടെ എല്ലാം സേതുവിനെ അന്വേഷിച്ചിട്ട് കണ്ടില്ല. അവസാനം പുറത്തു വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പല്ലവി അങ്ങോട്ടേക്ക് വരുവാണ്. പല്ലവി വന്നിട്ട് വെച്ച്, എന്താ സേതുവേട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. ഒന്നുമില്ല. സേതുവേട്ടന്റെ മനസ്സ് ശരിയല്ലാന്ന് തോന്നേ. സേതുവേട്ടൻ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ടെന്ന് പറയാണ്. അതെ, എനിക്കെന്തോ മനസ്സ് വല്ലാത്ത വിഷമ. അമ്മയ്ക്ക് ഇനി എന്നെ ആ പഴയ രീതി കാണാൻ പറ്റുമോന്ന് എനിക്ക് വല്ലാത്തൊരു സംശയമാണെന്ന് പറയണം. എന്താ സേതുവേട്ട അങ്ങനെ പറഞ്ഞേ? സേതുവേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം ശരിയാവുന്നേ. സേതുവേട്ടനെ ഉറപ്പായിട്ടും പൂർണ്ണാമം മനസ്സിലാക്കും, വിശ്വസിക്കുന്നൊരു ദിവസം വരുമെന്ന് പറയാം. കേട്ടപ്പോ സേതു പറഞ്ഞു, ഒരു പക്ഷേങ്കില് അമ്മയുടെ മനസ്സിലൊരു തോന്നലുണ്ടായിരിക്കും, ഞാൻ മുമ്പെല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയതായിരിക്കും, അതുകൊണ്ടായിരിക്കും നിഖിലിന്റെ വിവാഹം മുടക്കാണ്ട് ഞാൻ മുന്നിട്ടിറങ്ങിയെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കും എന്ന് പറയാം. അതൊക്കെ ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ? നിഖിലിനപ്പനോട് ചതിന്റെ കയ്യിലാ അച്ചു ചെന്നിരുന്നെങ്കിലോ എന്താ സംഭവിക്കുന്നതെന്ന് സേതുവിനെ ഓർത്തിട്ടുണ്ടോന്ന് നിൽക്കും. അത് ശരിയാ, പക്ഷേങ്കില് എനിക്കറിയത്തില്ല പല്ലവി. എനിക്ക് ചിന്തിക്കുന്നവരും ആകെപ്പനെ പ്രാന്തെടുക്കുന്ന പോലെ തോന്നുക. ഒരു പക്ഷെ ഞാനാണല്ലോ ഈ കല്യാണം നടത്താനായിട്ട് മുന്നിട്ടിറങ്ങിയത്. എന്റെ അച്ഛന് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ. നിഖിലായിരുന്നെങ്കിൽ, അവൻ നല്ലവനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേങ്കിൽ അവനെപ്പോലെ ഒരു ഫ്രോഡിന് എന്റെ അച്ഛനെ പിടിച്ചു കൊടുത്താൽ എനിക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിട്ട് ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. ഇപ്പം അവളുടെ ജീവിതം സേഫ് ആയെന്ന് തന്നെ പറയാം. ശ്രീഹരിക്ക് സ്വത്തും പണമൊന്നും ഇല്ലാന്നുള്ളൂ, പക്ഷെ അവൻ നല്ലവനാണ്, അവന്റെ സ്വഭാവം നല്ലതെന്ന് പറയാം. ഇത് കേട്ടോ പല്ലി പറഞ്ഞു, അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ സേതുവേട്ടാ. സേതുവേട്ടൻ ഇനി അത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടോ? സേതുവേട്ടൻ വന്നേ മുറിയിലേക്ക് ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റിക്കേ, ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സേതുവിന് വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ഡ്രസ്സ് മാറാൻ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. പറഞ്ഞു വിട്ടിട്ട് പല്ലവി അങ്ങോട്ട് പോവാണ്. ഈ സമയം സേതു മുറിയിലേക്ക് വന്നു. സേതുവിന് എന്തെന്നില്ലാത്തൊരു വിഷമം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാധവന്റെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് സേതുവിന് എന്തെന്നില്ലാത്തൊരു വിഷമമൊക്കെ തോന്നി. ഒരു പക്ഷേങ്കില് ഇദ്ദേഹം ഇങ്ങനെ ആ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടായിരുന്നെങ്കിൽ താൻ അച്ഛൻ്റെ കല്യാണം നടത്തില്ലായിരുന്നു, താൻ ഈ പൊന്നുമടത്തിലേക്ക് വരവ് പോലും ചെയ്യത്തില്ലായിരുന്നു. അത് എഴുതി വെച്ചോണ്ടല്ലേ. എനിക്കറിയില്ല അച്ഛാ എന്ത് ചെയ്യണമെന്ന്. എന്റെ മനസ്സ് വല്ലാതെ ബുദ്ധിമുട്ടിലാണ്. എന്തെങ്കിലും ഒരു മാർഗം. അമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിയണം. അമ്മയായിട്ട് പിണങ്ങിയിരിക്കുന്ന ഒരു നിമിഷം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഒരമ്മയുടെ സ്നേഹം ഞാൻ എന്തെന്ന് അറിയുന്നേ. പക്ഷെ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ. ഏതെങ്കിലും ഒരു നിമിഷത്തില് എന്തെങ്കിലും ഒരു ദിവസം അമ്മേനെ മനസ്സിലാക്കുമായിരിക്കും അല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. അപ്പോഴേക്കും കുറുപ്പമ്മാൻ അങ്ങോട്ട് വരുവാണ്. വന്നിട്ട്, ചാഹ നീ മുറി കയറി ഇങ്ങനെ കഥ അടച്ചിരിക്കുവാണോ സേതു? നീ എന്താ പുറത്തേക്ക് വരാത്തെന്ന് ചോദിക്കും. ഒന്നുമില്ല കുറുപ്പമ്മാവ, എനിക്കറിയാടെ മോനെ നിന്റെ വിഷമം എന്താന്ന്. പൂർണ്ണിമ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ബുദ്ധിമുട്ടായില്ലേ? അത് പിന്നെ കുറുപ്പമ്മാവ നീ വിഷമിക്കണ്ട. എന്തിനാ നീ സങ്കടപ്പെടുന്നേ? നീ ഒരു നല്ല കാര്യമല്ലേ ചെയ്തേ. അച്ഛനെ രക്ഷിക്കുമല്ലേ ഇതേ. ചിലപ്പോ ഒരു പക്ഷേങ്കില് കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പത്തേനും പൂർണ്ണിമ സത്യങ്ങളൊക്കെ അറിയും. അപ്പൊ അന്ന് ചിലപ്പോ പൂർണ്ണിമ ചോദിക്കും, നീ ഒരു ആങ്ങളെ അല്ലായിരുന്നോ? നീ വലിയേട്ടനായ ചമഞ്ഞടന്നിട്ട് നീ എന്തുകൊണ്ട് അഞ്ജുവിന്റെ ജീവൻ രക്ഷിച്ചില്ലാന്ന്. അപ്പൊ അന്ന് കേൾക്കുന്ന കുത്തുവാക്കുകളെക്കാളും എത്രയോ ഭേദമാണ് അവളുടെ ജീവൻ രക്ഷിച്ചേ. ഒരു ജീവൻ രക്ഷിക്കുകയല്ലേ ചെയ്തേ, അല്ല നീ ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ലോ. പിന്നെ സ്വത്തും പണവും പ്രതാപവും അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വരും പോവും. അതിനകത്തൊന്നും വലിയ കാര്യമില്ലെന്ന് പറയാം. അതൊക്കെ ശരിയാ കുറുപ്പമ്മ. എന്നാലും എന്തോ സേതുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും പല്ലവി വന്നു. പല്ലവി വന്നിട്ട്, ചാഹ സേതുവേട്ടൻ ഡ്രസ്സ് മാറാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റാതെ ഇവിടെ ഇരിക്കുവാണെന്ന് നിൽക്കുക. അത് പിന്നെ പല്ലവി ഞാൻ കുറുപ്പമ്മ പറഞ്ഞു, ദേ ഇവന്റെ പേടിയും വിഷമമൊന്നും ഇതിലിട്ട് മാറിയിട്ടില്ല മോളെ. ഇനി മോളൊന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഞാൻ പറഞ്ഞിട്ടൊന്നും ഞാൻ അനുസരിക്കുന്നില്ല എന്ന് പറയാം. എന്തിനാ സേതുവേട്ടാ അത്? ഇനിയിപ്പോ സേതുവേട്ടന് ഭയങ്കര വിഷമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇനി അമ്മയെ സേതുവേട്ടനെ തമ്മിൽ ഒന്നിക്കണമെങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയാം. ഞാനാണ് ശ്രീഹരിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സേതുവേട്ടനോട് പറഞ്ഞതെന്ന്. ശ്രീഹരി അച്ഛൻ ഒന്നിക്കാൻ കാരണം ഞാനെന്നുള്ള സത്യം ഞാൻ പറയാം. ഇനിയിപ്പോ അത് മതി, അതാ വേണ്ടെന്ന് പറയാം. ആ സമയത്ത് സേതു പറഞ്ഞു, വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനാ ചെയ്തതെന്ന് തന്നെ അറിഞ്ഞാൽ മതി. ദേ നീയാ ചെയ്തതെന്ന് പറഞ്ഞ് നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. പിന്നെ എനിക്ക് പൊന്നുമടത്തിൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും നിൽക്കാൻ പറ്റില്ല. നീ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ആരോടും പറയാൻ പോണെന്ന് പറയാം. വേണ്ട സേതുവേട്ടാ, ഞാൻ കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അമ്മയും സേതുവേട്ടും പിണങ്ങിയിരിക്കേണ്ടവരല്ല, അതൊക്കെ മാറും. അല്ലെങ്കിൽ തന്നെ അമ്മയും മക്കളും എവിടെയെങ്കിലും പിണങ്ങിയിരുന്ന ചരിത്രമുണ്ടോ എന്ന് വെച്ചാൽ പിണങ്ങിയിരുന്നാൽ പോലും ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും അവര് പിന്നെയും മിണ്ടി ഒന്നിക്കുന്ന ഒരു കാലമല്ലേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് എന്തോ ഒരു വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല സേതുവിന്. കുറുപ്പമ്മൻ പറഞ്ഞു, സേതു നീയാണ് ഇവിടെ ധൈര്യം കാണിക്കേണ്ടത്. അച്ഛൻ്റെ ധൈര്യം നീയാണ്.
ഒരു പക്ഷേങ്കിൽ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവൾക്ക് ധൈര്യം കൊടുക്കണം. പിന്നെ അച്ചു പാവ ഒരു പെൺകുട്ടിയാ, അവളെ ഒരിക്കലും ശ്രീഹരി വേദനിപ്പിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീഹരിനെ ഞാനും കുറെ കാലമായിട്ട് കാണുന്നല്ലേ എന്നൊക്കെ കുറുപ്പമാവൻ പറയാണ്. പിന്നീട് കുറുപ്പമാവൻ അങ്ങോട്ട് പോവാണ്. ആ സമയം സേതുവിനോട് പല്ലവി പറഞ്ഞു, സേതുവായിട്ട് ഇങ്ങനെ തനിച്ചിരിക്കണ്ട, ഇതേ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് പുറത്തേക്ക് വാ, കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാലോ ഇന്ന് അവിടെ ആദ്യ രാത്രിയിലെ മണിയറയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കണ്ടേന്ന് നിൽക്കാം. അത് ശരിയാ, പക്ഷെ അതിനു മുമ്പ് ഞാൻ ശ്രീഹരിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സേതു എന്ത് ചെയ്യാണ്, ശ്രീഹരിനെ കാണാണ്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുറി കണ്ടില്ല. അപ്പൊ അച്ഛനോട് ചോദിച്ചു, അല്ല ശ്രീഹരി എന്തെന്ന് ചോദിക്കാം. ഇവിടെ ഇല്ല വല്യേട്ടാന്ന് പറയാണ്. പിന്നീട് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ശ്രീഹരി നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീഹരിക്ക് ആ പട വിഷമ, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. താൻ കാണുവാണല്ലോ ഇവിടുത്തെ ഈ നല്ല സന്തോഷം ദിവസമൊക്കെ കെട്ടടങ്ങിയത്, എല്ലാവരും സന്തോഷിക്കേണ്ട ദിവസമാണ്, താൻ ഒറ്റയെടുത്തും കാരണമാണല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രീഹരിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. പിന്നീട് സേതു വന്ന് ശ്രീഹരിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്താടാ നീ എന്താ ഇവിടെ തനിച്ചെന്ന് ആലോചിക്കണേ നിൽക്കുക. അല്ല സേതു ഏട്ടാ, അത് പിന്നെ ഞാന് ദേ ഇങ്ങനെ ഇരുന്നാ മതിയോ, കല്യാണ ചെറുക്കനെ ദേ കല്യാണം കഴിഞ്ഞു, പോരാത്തേന് ഇപ്പൊ നിനക്കൊരു ഭാര്യയും കൂടെ ഉണ്ട് എന്ന് പറയണം. അല്ല സേതു ഏട്ടാ, അത് പിന്നെ എന്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊന്നും അല്ല വരുന്നേ, എന്റെ മനസ്സിലെ പൂർണ്ണിമയുടെ മുഖമാണ്, അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ഓ അതാണോ കാര്യം, നീ എന്തിനാ ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണേ, നീ നിന്റെ ഭാര്യനെ കുറിച്ച് ചിന്തിക്കുക, നല്ലൊരു കുടുംബജീവിത സ്വപ്നം കാണാൻ പറയണം. അതൊന്നും എന്റെ മനസ്സിലേക്ക് പോലും വരുന്നില്ല സേതുവേട്ടാ. വേണമെങ്കിൽ ഞാൻ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കാം, അല്ലെങ്കിൽ അവളുടെ ജീവിതം, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടത്തില്ല. അവളുടെ അനിയത്തിമാരെയും അമ്മേനെയൊക്കെ വിഷമിപ്പിച്ച് എൻ്റെ കൂടെ ഒരു ജീവിതത്തിന് അവര് തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അച്ഛനും വിഷമമായിരിക്കും. വിഷമിക്കേണ്ട കാര്യമില്ല, അച്ഛൻ അവളുടെ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. പിന്നെ ഇതൊക്കെ മാറുന്ന ഒരു സമയം വരുന്നേ, പൂർണ്ണാമ നിങ്ങളെ രണ്ടുപേരെ അംഗീകരിക്കും എന്ന് പറയാം. അംഗീകരിക്കോ സേതുവേട്ടാ, എനിക്ക് തോന്നുന്നില്ല, അവരുടെ മട്ടും ഭാവമൊന്നും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ലടാ, ഈ സേതു അല്ലേ പറയണേ, സേതു പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ഇല്ലേന്ന് ഇരിക്കാം. സേതുവേട്ടൻ പറയുവാണെങ്കിൽ എനിക്ക് വിശ്വാസമാണെന്ന് പറയാം. നീ ഇങ്ങനെ ഇവിടെ തനിച്ച് മാറി നിൽക്കില്ലേ, അച്ചു തന്നെ എന്ത് വിചാരിക്കും, കാരണം അവളെ പോയി ഈ സമയത്ത് ആശ്വസിപ്പിക്കേണ്ട കടമ നിനക്കില്ലേ, അതുകൊണ്ട് നീ വേണം ചെന്ന് അവളെ ആശ്വസിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീഹരിനെ അങ്ങോട്ട് ഉന്തി തള്ളി വിടുവാണ്. ശ്രീഹരിക്കൊരു മടിയുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോവാനായിട്ട്. പിന്നീട് പല്ലവിയും സേതു ഒക്കെ ചേർന്നിട്ട് മണിയറയ്ക്ക് അലങ്കരിക്കുകയാണ്. ഇങ്ങനെ അലങ്കരിക്കുന്ന സമയത്ത് സേതു പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇനിയിപ്പം അമ്മയുടെ മനസ്സിലേക്ക് ഇവര് കയറ്റി കൊടുക്കാനായിട്ട് ആ പ്രതാപനും ഋതു എല്ലാവരും ശ്രമിക്കുമെന്ന് പറയാണ്. പൂർണിമയുടെ മനസ്സ് അങ്ങനെയൊക്കെ ആരും പറഞ്ഞു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ടും മനസ്സ് മാറും. കാരണം ഒന്നാമത്തെ കാര്യം മാധവമേനോനില്ല, അപ്പൊ അതുകൊണ്ട് ആരെന്ത് പറയുന്ന അനുസരിക്കേണ്ടത് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. പ്രതാപനാണെങ്കിലോ എവിടെ അരിപരി കയറ്റി കൊടുക്കണം എന്നോർത്താണ് പ്രതാപൻ ഇരിക്കുന്നത്. പിന്നീട് പല്ലി പറഞ്ഞ്, അത് ശരിയാ സേതുവേട്ടൻ പറഞ്ഞേ, പക്ഷേങ്കിൽ ആ പ്രതാപന്റെ പിടിയിൽ നിന്ന് നമ്മൾ നമ്മുടെ അമ്മേനെ രക്ഷിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പല്ലവി, എനിക്കാണ് ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയണം. ആ സാരില്ല സേതുവേട്ടാ, എല്ലാം മംഗളകരമായിട്ട് നടക്കട്ടെ. അച്ഛൻ്റെ ശ്രീഹരിയുടെ ആദ്യ രാത്രിയല്ലെന്ന് അവർ സന്തോഷമായിട്ട് കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോട്ടെ, ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് സേതുവും പല്ലവിയും മണിയറെ ഒലിങ്കരിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുവാണ്. അപ്പോഴാണ് സ്വാതി അതിലൂടെ വരുന്നത്. സ്വാതി കണ്ടു ഈ കാഴ്ച. ഓഹോ, അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. രണ്ടുപേരും കൂടെ കൂടിയിട്ട് മണിയറെ അലങ്കരിക്കുക, ഇത് കയ്യോട് കൂടി അമ്മയോട് പോയി പറയണം എന്ന് കരുതിയിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. പൂർണ്ണിമയുടെ മുറിയിലുണ്ടായിരുന്നു. അമ്മ ഇതുവല്ല കാണുന്നുണ്ടോ നിൽക്കും. എന്ത് ദേ മുറി ഭയങ്കരമായിട്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയണം. അലങ്കരിക്കാനോ? ഓ ആദ്യ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങള്. അത് കേട്ടോണ്ടെന്ന് ഋതു പറഞ്ഞു. ആഹാ കൊള്ളാലോ അമ്മേ. അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും ഇവിടെ ആദ്യ രാത്രി ഇല്ല, രണ്ടാം രാത്രി ഇല്ല. അമ്മ ചെന്നിട്ട് ആ അലങ്കരിച്ച് വെച്ചേക്കുന്നതൊക്കെ അങ്ങോട്ട് വലിച്ചു പറിച്ച് കളാം. അല്ല അല്ലെങ്കിൽ തന്നെ അവൾക്ക് നാണം ഉണ്ടെങ്കിൽ അവൾ ഈ കുടുംബത്തിലേക്ക് അവന്റെ കൈ പിടിച്ച് കയറി വരുമോ? കൈ പിടിച്ച് കയറിയും ഇതും പോരാഞ്ഞിട്ട് ഇനിയിപ്പം മണിയറെ അലങ്കരിച്ച് മധുവിധം ആഘോഷിക്കാനായിട്ട് പോണം. അമ്മ എന്ത് കാഴ്ച കണ്ടായിരിക്കും, അമ്മയോട് പറയുന്നത് കേട്ടില്ല എന്നൊക്കെ ഋതു ചോദിക്കണം. അല്ല അത് പിന്നെ മോളെ ഞാൻ എങ്ങനെയാ? ഓ അമ്മയ്ക്ക് ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് ചെയ്തോളാം എന്ന് പറയണം. പൂർണ്ണിമ പറഞ്ഞ് വേണ്ട, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് ആ മണിയറെ അലങ്കരിച്ചിരിക്കുന്ന ആ ബെഡ്ഷീറ്റ് പുല്ലപ്പൂ കാര്യങ്ങളെല്ലാം വിതറിയിട്ടുണ്ട്, അതിൻ്റെ ഒരു സൈഡിൽ പിടിച്ചുകൊണ്ട് വലിക്കുവാണ്. ഈ കാഴ്ച കൊണ്ടുകൊണ്ട് വന്നിട്ട് സേതു ചോദിച്ചു, അമ്മ എന്ത് പരിപാടി കാണിക്കണം നിൽക്കും? എന്ത് പരിപാടിയാണോ ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ ഷീറ്റെല്ലാം ചുട്ടിക്കുട്ടി ഒരു മൂലക്കിലേക്ക് എറിയാണ്. ഒരാദ്യരാത്രി വന്നിരിക്കുന്നു. പൊന്നുമടത്തിൽ ആരും അംഗീകരിച്ച ബന്ധമല്ല ഇത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് ഒരാദ്യരാത്രിയും രണ്ടാമത്തെ രാത്രി ഒന്നും വേണ്ടെന്ന് പറയണം. അമ്മ ഇങ്ങനെ ക്രൂരത കാണിക്കില്ലെന്ന് പറഞ്ഞ് പല്ലവി അങ്ങോട്ട് വരുവാണ്. ഇത് കേട്ടതും അവർ പറഞ്ഞു, പൂർണ്ണിമ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പല്ലവി, നീ ഇതിനകത്ത് ഇടപെടാൻ വരേണ്ട കാര്യമില്ല, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാമെന്ന് പറയാം. പല്ലവിയുടെ മുഖം ആകെപ്പെടാൻ വല്ലാതെ പോയി. സേതു പല്ലവിനെ നോക്കണം.
ഒന്നും മിണ്ടണ്ടെന്നുള്ള അർത്ഥത്തില്. പിന്നീട് സേതു പറഞ്ഞു, അമ്മയെ കാണിച്ചു ഒട്ടും ശരിയായ നടപടിയില്ല, മോശമായി പോയെന്ന് പറയണം. അതെ, മോശമായി പോയെങ്കിൽ ഞാൻ അങ്ങോട്ട് സഹിച്ചു, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, പറഞ്ഞു കേട്ടല്ലോ. മാധവമേനനും മോഹനെന്നും പറഞ്ഞുകൊണ്ട് നീ അഹങ്കരിക്കാൻ വന്നേക്കല്ലേ, എനിക്കറിയാം. ഋതു സ്വാതി ഒന്നും പറഞ്ഞിപ്പോ ഞാൻ അനുസരിച്ചില്ല, പക്ഷെ അതിനുള്ള കൂലി എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവാണ്. ഈ സമയം ശ്രീഹരി മുറി വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തിരിക്കുമായിരുന്നു. ശ്രീഹരിക്ക് പുറത്തിറങ്ങി നടക്കാനൊരു മടി. അപ്പോഴേക്കും അച്ചു എന്ത് ചെയ്യണം, നേരെ അടുക്കളയിലേക്ക് ഇല്ലുവാണ്. അടുക്കള ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞു, അല്ല മോൾ ഇതെന്താ ഇങ്ങോട്ട് വന്നേ, മോള് മുറിയിലേക്ക് പൊക്കോളാൻ പറയണം. എന്തിനാ ചേച്ചി, ഞാൻ എന്തിനാ മുറി പോയിരിക്കണം എന്ന് ചോദിക്കും. അതെ, മോൾക്കുള്ള പാല് ഞാൻ കൊടുത്ത് വിടാന്ന് പറയണം. പാലാ? അതെ, നാദിരാത്രിയില്ലേ നിങ്ങളുടെ, ഞാൻ ഇപ്പൊ തന്നെ പാല് തിളപ്പിച്ച് ഇതേ പല്ലുമോളുടെ കയ്യിലേക്ക് കൊടുത്തു വിടാം എന്ന് പറയണം. അതിനൊന്നും ആവശ്യമില്ല ചേച്ചി എന്ന് പറയാം. അതൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി പാല് തിളപ്പിക്കുകയാണ്. പിന്നീട് അവൾ പറഞ്ഞു, അച്ചു പറഞ്ഞൊരു കാര്യം ചെയ്യാൻ എൻ്റെ ഇതിലേക്ക് തന്നേക്കാൻ പറയണം. അങ്ങനെ അച്ചു പാലുമൊക്കെ ആയിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീഹരി അവിടെ അസ്വസ്ഥനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പാലുമായിട്ട് മുറിയിലേക്ക് വരുന്ന അച്ചുവിനെ കൊണ്ടൊരു നിമിഷം അന്താളിപ്പോട് കൂടിയിട്ട് ശ്രീഹരി നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അവരുടെ മധുവിധവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടാനായിട്ട് പൂർണ്ണിമ ശ്രമിച്ചാലും ഒരു കാരണവശാലും ഒന്നും വില പോവില്ല. ശ്രീഹരിയും അച്ചു ഒന്നിക്കുക തന്നെ ചെയ്യും. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.